ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോറും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡോക്ടറാണെങ്കിലും അലീനയെ കണ്ടിട്ട് വിചാരിച്ചിരുന്നത് അത് ബാലചന്ദ്രൻ്റെ മോളാണെന്ന് തന്നെയാണ്. അത് ഡോക്ടർ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. പലപ്പോഴും ഞാൻ അങ്ങനെയാണ് സാറിനോട് സംസാരിക്കുകയും ചെയ്തത്. സാറ് മാത്രമല്ല, സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന റിലേറ്റീവ്സും അങ്ങനെ തന്നെയാണ് അലീനയോട് പെരുമാറിയത്. അതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയെന്നൊക്കെ ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഞങ്ങൾ കരുതുന്നതും അങ്ങനെ തന്നെയാണ്, ഗിവൺ ടേക്ക് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം ആണെന്നൊക്കെ പറയുമ്പോഴേക്കും അത് കൊള്ളാമല്ലോ എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ്. പിന്നെ ഡോക്ടർ അലീനയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഹെൽത്ത് നോക്കണം, ഒരാഴ്ച കഴിഞ്ഞ് എന്തായാലും ചെക്കപ്പിനായിട്ട് വരണം, അന്നേരം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട്, നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ, അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയാനില്ല, പോകാൻ റെഡിയാക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ശർമ്മ ഡോക്ടർ അവിടുന്ന് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോഴേക്കും ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ഞാൻ ബില്ലടച്ചിട്ട് വരാം, അപ്പോഴേക്കും പോകാനുള്ളതൊക്കെ എടുത്ത് റെഡിയാക്കിയോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അയ്യോ നിൽക്കി സാറേ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ട് മാമച്ചായം കൊടുത്ത് ആ പൈസ എടുത്ത് ബാലചന്ദ്രൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഇതാര് തന്നതാ, ഇത്രയും കാശ് എവിടെ നിന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, രേവതിക്കുട്ടി തന്നതാണ്. ഇത്രയും കാശ് രേവതിക്കുട്ടിക്ക് എവിടെ നിന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുകയാണ്, അല്ല മാമച്ചായനും ഗ്രേസി ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരും കൂടെ ചേർന്ന് തന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത് അവർ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് തന്നതാണ്, ഇത് നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ബില്ല് തീർക്കേണ്ടത് എൻ്റെ കടമയാണ്, അത് ഞാൻ ചെയ്തോളാം, ഈ കാശ് നീ തന്നെ സൂക്ഷിച്ച് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് ബാലചന്ദ്രൻ പുറത്തോട്ട് പോവുകയാണ്. ബാലചന്ദ്രൻ അവിടെ പോയി കഴിഞ്ഞിട്ടും അലീന ആ പൈസയിലൊക്കെ നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അലീന. പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെയും ഹരിയാണ്. ഹരി രോഹിത്തിനെ വിളിച്ച് വരുത്തിയാണ് കേട്ടോ. ഹരിയുടെ മുഖമൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും രോഹിത്ത് ചോദിക്കുന്നുണ്ട്, ഇത് എന്താണ് പറ്റിയേ, നിന്നെ അടിച്ചൊരു പരുവാക്കി കളഞ്ഞതുപോലെ ഉണ്ടല്ലോ, മനുവേട്ടൻ എന്തിനാ നിന്നോട് ഇങ്ങനെ പെരുമാറിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഹരി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ മനുവേട്ടൻ എന്നെ അടിച്ചു എന്ന്, അപ്പം നീ വിശ്വസിച്ചില്ലല്ലോ, എന്നെ അടിച്ചൊരു പരുവാക്കി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇതെന്തിനാ ഇങ്ങനെ ചെയ്തത്, അവളെല്ലാം തുറന്നു പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ തല്ലേണ്ട കാര്യമുണ്ടോ, സ്വന്തം അനിയനല്ലേ, അവളെക്കാളും സ്വന്തം അനിയനല്ലേ മനുവേട്ടനെ വലുതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതൊന്നും മനുവേട്ടൻ കാര്യമാക്കിയില്ല, അവളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് മനുവേട്ടൻ ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയുമ്പോഴേക്കും രോഹിത്തിന് അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പേടിയോടെ ചോദിക്കുന്നുണ്ട്, അപ്പം എൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും നിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ ഹരി പറയുന്നുണ്ട്. ഈശ്വര, ഞാൻ ഇനി എങ്ങനെ മനുവേട്ടൻ്റെ മുഖത്ത് നോക്കും, ഇനി മനുവേട്ടൻ ഇതെല്ലാം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് പറയുന്നുണ്ട് കേട്ടോ രോഹിത്. അന്നേരം ഹരി പറയുന്നുണ്ട്, ഞാൻ മനുവേട്ടൻ്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് വേറെ ആരോടും പറയരുതെന്ന്, പറയുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ അന്ന് കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഹിത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. മനുവേട്ടൻ എന്നെ എടുത്തിട്ട് തല്ലുന്ന ശബ്ദം കേട്ടിട്ട് അമ്മ ഓടി വന്നു, അമ്മ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, ഈശ്വര കമലാൻ്റെയും അറിഞ്ഞോ, ഇനി എനിക്ക് ആ വീട്ടിലേക്ക് വരാൻ പോലും പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, കമലാൻ്റി ഇനി ആരോടെങ്കിലും പറയൂടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാൻ അമ്മയോട് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് വേറെ ആരോടും പറയരുതെന്ന്, അമ്മ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ എന്തിനാ ഈ കാര്യത്തിൽ ഇത്രയും വിഷയം കാണിക്കുന്നത്, മനുവേട്ടൻ്റെ ആരാ അലീന, സ്വന്തം അനിയൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആ അനാഥയായ വേലക്കാരി, പിന്നെ ഇതിനാ മനുവേട്ടൻ അവളുടെ കാര്യത്തിൽ ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നതൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഹരി പറയുന്നുണ്ട്, മനുവേട്ടനും അവളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, അവർ തമ്മിൽ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് മനുവേട്ടൻ ഇത്രയും ദേഷ്യം വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അതൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ബാലചന്ദ്രനും അലീനയും കൂടെ വീട്ടിലോട്ട് വരികയാണ്. വണ്ടി ഇങ്ങനെ നിർത്തിയപ്പോഴേക്കും അലീന ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആശുപത്രി മാസം കഴിഞ്ഞു, ഇനി മേഡത്തിൻ്റെ കീഴിലോട്ടാണ് പോകുന്നത്, ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുകയാണ്, ടെൻഷനൊന്നുമില്ല, പറഞ്ഞു വിട്ടാൽ പോകാൻ റെഡിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നൊക്കെ അലീന പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, 2 ആഴ്ച ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് നീ മറക്കരുതെന്ന് പറയുകയാണ്. അലീന പറയുന്നുണ്ട്, ഡോക്ടർ പറയുന്ന ഒന്നും മേഡത്തിന് കാര്യമല്ല, സാറ് തന്നെ പറയണമെന്നൊക്കെ പറയുകയാണ്. ഞാനെന്തായാലും പറഞ്ഞോളാം, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അലീന ബാഗ് എടുക്കാൻ നോക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടുക്കല്ലേ, വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഓടി വന്ന് അലീനയുടെ ബാഗ് ബാലചന്ദ്രൻ എടുക്കുന്നുണ്ട്. ഭാരം ഒന്നും എടുക്കില്ലെന്ന് പറഞ്ഞത് മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പം കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്. അകത്തിരുന്ന ഭവിതയും കൃഷ്ണമോളൊക്കെ കൂടെ പഠിക്കുകയാണ് കേട്ടോ. അപ്പം അവർക്ക് രണ്ടുപേർക്ക് എഴുന്നേറ്റ് വാതിലൊന്നും തുറക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അവർ വൈജയന്തിയെ വിളിക്കുകയാണ്. അമ്മേ, ഇതേ കോളിംഗ് ബെൽ ആരോ അടിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കേൾക്കാൻ എനിക്ക് ചെവി ഉണ്ടെന്ന് പറയുകയാണ് വൈജയന്തി. ചേച്ചിക്ക് വാതിൽ തുറക്കാൻ കഴിയില്ല, അതുകൊണ്ട് അമ്മയെ വിളിച്ചു വരുത്തിയതെന്ന് പറയുകയാണ് കൃഷ്ണമോള്. അപ്പോൾ ബബിതയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എനിക്ക് മടിയാണെങ്കിൽ നിനക്ക് പോയി വാതിൽ തുറക്കാമായിരുന്നല്ലോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി എന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. വാതിൽ തുറക്കുമ്പോൾ തന്നെ അലീനയുടെ ഭാഗ്യം പിടിച്ച് നിൽക്കുന്ന ബാലചന്ദ്രനെ കാണുമ്പം വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്.
വൈജയന്തി ഇങ്ങനെ അടിമുടി അവരെ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. അങ്ങനെ അലീനയും സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന കാണുമ്പോഴേക്കും വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാറിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെ കാറിനാ വന്നേ, എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വൈജയന്തി ഉടനെ ചോദിക്കുന്നുണ്ട്, ഇവളെ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടാൽ പോരായിരുന്നോ ബാലചന്ദ്രന്? ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവളെ ഇപ്പോൾ കാറിൽ കയറ്റിക്കൊണ്ട് വന്നെന്നും പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി അകത്തോട്ട് പോവുകയാണ് നമ്മുടെ വൈജയന്തി. അപ്പോൾ ബാലചന്ദ്രനും പറയുന്നുണ്ട്, അങ്ങനെ പറയാതൊന്നും പോകണ്ട, എന്താന്ന് വെച്ചാൽ മനസ്സിലുള്ളത് മുഴുവൻ അങ്ങ് പറഞ്ഞു തീർക്ക്, മനസ്സിനുള്ളിലെ ഭാരം അങ്ങനെയെങ്കിലും കുറച്ച് കുറയട്ടെ എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. വൈജയന്തി അങ്ങനെ അകത്തോട്ട് കയറി പോയി കഴിയുമ്പോഴേക്കും അലീനയും ബാലചന്ദ്രനും കൂടെ അകത്തോട്ട് കയറുകയാണ്. ആ സമയത്ത് കൃഷ്ണമോൾ ഓടി വന്നിട്ട് അലീനയുടെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് കൃഷ്ണമോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയായി, നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണം ഉണ്ടായിരുന്നെങ്കിൽ മുതലാളിയുടെ കൂടെ വണ്ടിയിൽ കയറി നീരുന്ന് വരുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ കൃഷ്ണമോളെ. അന്നേരം ബാലചന്ദ്രൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയാണ് കൃഷ്ണമോളുടെ മുഖത്തേക്ക്. ആകപ്പാട് മനുഷ്യപ്പറ്റുള്ളത് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, അതും വൈജയന്തിയെ പോലെ ആയോ എന്നൊരു ഭാവത്തിലാണ് കേട്ടോ ബാലചന്ദ്രൻ നോക്കുന്നത്. അന്നേരം കൃഷ്ണമോൾ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ പറയാനിരുന്ന ഡയലോഗ് ഇത്, ഞാൻ അതങ്ങ് പൂർത്തിയാക്കിയതേ ഉള്ളൂ എന്ന് പറയുകയാണ് നമ്മുടെ കൃഷ്ണ. അലീന പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും നാണം തോന്നിയിരുന്നില്ല, അതിന് പകരം അഭിമാനമാണ് തോന്നിയെന്ന് പറയുകയാണ്. ആ ഒരു സമയത്ത് കൃഷ്ണമോളോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ ബാഗ് അലീനയുടെ ബാഗാണ്, ഇത് അമ്മയുടെ റൂമിലോട്ടൊന്ന് വെച്ചേരെന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീനയുടെ ആ വാക്കുകളൊക്കെ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. ഏതായാലും കൃഷ്ണമോൾ ആ ബാഗൊക്കെ ആയിട്ട് റൂമിലോട്ട് പോകുന്നു. അവിടെ ബബിത ഇരിപ്പുണ്ട് കേട്ടോ. ബബിത അങ്ങനെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അലീന ബബിതയെ ഒന്ന് നോക്കിയിട്ട് അലീന റൂമിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ഇങ്ങനെ റൂമിലോട്ട് കയറി ചെല്ലുന്നതും കാത്ത് മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. കയറി ചെല്ലുമ്പോഴേ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, പൊന്നുമോളെ നിന്നെ ഒന്ന് കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചെന്നറിയാവോ, ഇവിടെ കിടന്ന് ഞാൻ പ്രാർത്ഥനയായിരുന്നു, നിനക്കൊന്നും സംഭവിക്കരുതേ, ഒന്നും സംഭവിക്കല്ലേ, നന്നായി വരണേ, ഒരാപത്ത് സംഭവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, അമ്പലത്തിൽ വഴിപാട് വരെ നേർന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അലീന പറയുകയാണ്, മുത്തശ്ശിയുടെയും കൃഷ്ണമോളുടെയും ബാലചന്ദ്രൻ സാറിൻ്റെയും മനുവേട്ടൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല മുത്തശ്ശി, എല്ലാം കുറഞ്ഞു തുടങ്ങി എന്നൊക്കെ പറയുകയാണ് അലീന. മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനിവിടെ എല്ലാവരോടും ചോദിക്കാറുണ്ട്, ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ അതിന് അസുഖം കുറഞ്ഞോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, കൃഷ്ണമോളും ബാലചന്ദ്രനും എന്നെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശി. അലീന പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശി, അവിടെ സുഖമായിരുന്നു, 3 ദിവസം മനുവേട്ടനുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 2-3 ദിവസം കൃഷ്ണമോളും പിന്നെ ഒരു ദിവസം രേവതി കുട്ടിയും നിന്നു, അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മുത്തശ്ശി എന്നൊക്കെ പറയുകയാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവരൊക്കെ വന്നായിരുന്നോ എന്ന്. അപ്പോൾ അലീന പറയുകയാണ്, എന്നോട് സ്നേഹമുള്ള എല്ലാവരും വന്നായിരുന്നു മുത്തശ്ശി എന്ന് പറയുകയാണ്. വരാത്തത് മുത്തശ്ശി മാത്രമേ ഉള്ളൂ, മുത്തശ്ശിക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നല്ലോ. മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മനസ്സുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ട് പോകണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മുത്തശ്ശി ഉടനെ കൃഷ്ണമോളോട് പറയും, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ, ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ മേലായിരുന്ന മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഹോസ്പിറ്റലാണ് എന്ന് കരുതി എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശി, ഇവൾ അവിടെ നിന്ന് 2 ദിവസം എനിക്ക് ഫ്രൈഡ് റൈസും ബിരിയാണിയും മസാല ദോശയും എന്നുവേണ്ട എല്ലാം മേടിച്ച് തന്നായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് അലീന. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് നല്ല സന്തോഷമൊക്കെ ആകുന്നുണ്ട് കേട്ടോ. ഉടനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇനി ഇവിടെ മേഡത്തിൻ്റെ ഭരണം തുടങ്ങാൻ പോവാണെന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ പലതും പറയും, അതനുസരിച്ച് മോളൊന്നും ചെയ്യേണ്ട, റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞേക്കുന്നതാണെങ്കിൽ റെസ്റ്റ് എടുത്തോണം, ആരോഗ്യം നോക്കേണ്ടത് നിന്റെ കടമയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുത്തശ്ശി. അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ഇവിടെ തന്നെയാണെന്നുള്ള ഒരു വിഷമമായിരുന്നു എനിക്ക്, ഇനിയിപ്പോൾ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊന്നും നീ നോക്കണ്ട, നീ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു സമാധാനം എന്ന് പറയുകയാണ് മുത്തശ്ശി. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, ആ പറഞ്ഞത് ശരിയാ, ആ ചേച്ചി ഇവിടെ ഇല്ലാത്തപ്പോൾ എന്തൊക്കെയോ കുറവുള്ളതുപോലെയായിരുന്നു, എല്ലാം അലങ്കോലമായി കിടക്കുന്ന പോലെ ഒരു ഫീലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ടോ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നത്, ഇവിടെ നീ ഇല്ലാത്തതുകൊണ്ട് വൈജയും ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ട് ഇച്ചിരി പദം വന്ന് കാണുമെന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. കൃഷ്ണമോള് പറയുന്നുണ്ട്, പിന്നെ പദം വന്നു, അങ്ങനെയൊന്നും മാറുന്ന ആളല്ല അമ്മ, ചേച്ചിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് അമ്മ നോക്കിയിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ എന്ത് പറഞ്ഞാലും നീ നിന്റെ ആരോഗ്യം നോക്കാതെ ഒന്നും ചെയ്തേക്കില്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നീ ഇവിടെ ഇരിക്കുക, എന്നോട് കാര്യങ്ങളൊക്കെ പറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനയെ അടുത്ത് പിടിച്ച് ഇരുത്തുന്നുണ്ട് മുത്തശ്ശി. അന്നേരം കൃഷ്ണമോള്, നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് പുറത്തോട്ട് പോവുകയാണ്. മുത്തശ്ശിയും അലീനയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അലീന കൃഷ്ണമോൾക്ക് പഠിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അന്നേരം വൈജയന്തി അലീന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അലീന എഴുന്നേറ്റ് ചെല്ലുമ്പോഴേക്കും, നീ എന്തെടുക്കുമായിരുന്നു ചോദിക്കുകയാണ് വൈജയന്തി. ഞാൻ കൃഷ്ണമോളുടെ അടുത്തുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും, നീ അവിടെ ഇരിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അടുക്കളയിൽ എന്തൊക്കെ പണിയുണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ, അടുക്കളയിലോട്ട് നിനക്ക് കയറാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഡോക്ടർ എന്നോട് 2 ആഴ്ച റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. അന്നേരം വൈജയന്തി ചോദിക്കും, കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് സുഖിച്ചല്ലേ, ഇനിയും നിനക്ക് സൂഹിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടാണ് കേട്ടോ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്.
ഉടനെ ബാലചന്ദ്രൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് വിഡിത്തരവാ വൈജയ് പറയുന്നത്? അവൾക്ക് 2 ആഴ്ചത്തെ റെസ്റ്റാ പറഞ്ഞേക്കുന്നതെന്ന് പറയുകയാണ്. വൈജയന്തി ഉടനെ പറയുന്നുണ്ട്, അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്റെ മക്കൾക്കാണെങ്കിൽ നീ ചെയ്തു കൊടുക്കില്ലേ എന്ന്. വൈജയന്തി പറയും, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു കൊടുക്കും, പക്ഷേ ഇവക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ വൈജയന്തി പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, 2 ആഴ്ചത്തേക്ക് എന്നെ ഒരു മോളെ പോലെ കണ്ടാൽ മതി എന്ന് പറയുകയാണ്. വൈജയന്തി ഉടനെ പറയുന്നുണ്ട്, അയ്യേ നിന്നെ എൻ്റെ മോളായിട്ട് കാണാനോ, എൻ്റെ പട്ടിയുടെ മോളായിട്ട് പോലും ഞാൻ നിന്നെ കാണില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുറച്ച് കഷ്ടമാണ് കേട്ടോ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് ഈ രീതിക്കൊക്കെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയുന്നുണ്ട്, കുറഞ്ഞ പക്ഷം അവൾ ചോദിച്ച ആ ചോദ്യത്തിനെങ്കിലും നീ മറുപടി പറ. അവൾ എന്ത് ചെയ്തിട്ടാണ് നീ വീണ്ടും വീണ്ടും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും ചെളിയിലോട്ട് ചവിട്ടി താഴത്തേക്ക് ചെയ്യുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ വൈജ പറയുന്നുണ്ട്, അയ്യോ എന്ത് വേണമെങ്കിലും ആയിക്കോ, 2 ആഴ്ച റെസ്റ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ഇവിടുത്തെ വേലക്കാരിയെ പറ്റി പറയുമ്പോഴേക്കും എല്ലാവരും കൂടെ എൻ്റെ തലയിൽ ചാടി കയറും. വേലക്കാരിക്ക് വേണ്ടി സംസാരിക്കാൻ വീട് നിറച്ച ആൾക്കാരുണ്ട്. എൻ്റെ വിഷമം കാണാൻ മാത്രം ഇവിടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ട് ദേഷ്യപ്പെട്ട് റൂമിലോട്ട് കയറി പോവുകയാണ് വൈജയന്തി. വൈജയന്തി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, അവളങ്ങനെ പലതും പറയും, ഡോക്ടർ എന്താണോ പറഞ്ഞ് ആ രീതിക്ക് നീ എന്തും ചെയ്യാവുള്ളൂ എന്നൊക്കെ അലീനയോട് പറഞ്ഞു കൊടുത്തിട്ട് ബാലചന്ദ്രൻ അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷേ വൈജയന്തിയുടെ ഈ സ്വഭാവമൊക്കെ ഓർത്തിട്ട് അലീനയ്ക്കും ആകെ വിഷമമാണ്. അലീന ആകെ ഇങ്ങനെ കുറച്ചു നേരം വിഷമിച്ചൊക്കെ നിന്നിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ കുറച്ചു നേരം നടക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അലീന വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പുറത്തൊന്നും റിങ്കു ഓടി കതച്ച് വരുന്നുണ്ട്. എടാ ഞാൻ ഇവിടെ വന്നു നീ എങ്ങനെയാടാ അറിഞ്ഞ്, എൻ്റെ മണം കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അലീന അവനെ ചേർത്ത് പിടിച്ച് ഒന്ന് താലോടും ഒക്കെ ചെയ്യുന്നുണ്ട്. അവനെ കുറച്ചു നേരം സ്നേഹിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം അലീന ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുമ്പോഴേക്കും മുകളിലോട്ട് കയറി പോവുകയാണ് രോഹിത്. രോഹിത്തിന് അലീനയെ കാണുന്നതിന് കലിപ്പാണ് കേട്ടോ. എന്തായാലും അലീന ഇച്ചിരി ദേഷ്യത്തോടെ തന്നെയാണ്. അലീന അടുത്ത് വന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അത് എന്തിയാണെന്ന് ചോദിക്കുമ്പോഴേക്കും രോഹിത്ത് പറയുന്നുണ്ട്, നീ എന്നോട് മിണ്ടരുത്, നീ എന്നോട് മിണ്ടുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ തന്നെയാണ് എൻ്റെയും കാര്യം, എൻ്റെ ഫോൺ എവിടെയാണെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, എത്രയും പെട്ടെന്ന് അവ തന്നോണം എന്നൊക്കെ പറയുകയാണ് അലീന. അപ്പോൾ രോഹിത് ഉടനെ പറയുന്നുണ്ട്, നീ കൂടുതൽ എന്നോടൊന്ന് സംസാരിക്കാൻ വന്നേക്കരുത്, ഒരു തവണ നീ രക്ഷപ്പെട്ടു, ആ ഒരു ആനുകൂല്യം ഇനി നിനക്കുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്, ഒരു തവണ നീ രക്ഷപ്പെട്ടു, ഇനി അത് ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും മാറടി അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് അവൻ കയറി പോകുന്നുണ്ട്. അലീന അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നിട്ട് മുത്തശ്ശിയുടെ റൂമിലോട്ട് വന്നിട്ട് മുത്തശ്ശിയുടെ ഫോണൊന്ന് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫോൺ കണ്ടില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അലീന. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിനെന്താ, അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തിനാ എനിക്ക് ഈ ഫോൺ ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല, മോൾ ഈ ഫോൺ വെച്ചോന്നൊക്കെ പറയുകയാണ്. അന്നേരത്തേക്ക് അലീന പറയുന്നുണ്ട്, രേവതിക്കുട്ടീനെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അന്നേരം ആ ഫോൺ മുത്തശ്ശി എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ ഫോണിൽ രേവതിക്കുട്ടീനെയൊക്കെ വിളിച്ചുകൊണ്ട് അലീന പുറത്തോട്ട് ഇറങ്ങുകയാണ്. രേവതിക്കുട്ടിയാണെങ്കിലും അവിടെ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലീന ഫോൺ വിളിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി എടുത്തിട്ട് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ഇച്ചിരി പണിയേ ഉള്ളൂ, അത് പെട്ടെന്ന് തീരും, ചേച്ചി പറഞ്ഞു ചേച്ചി എന്നൊക്കെ പറയുകയാണ് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അടുത്ത് ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി അവിടെ ചെന്നിട്ട് എല്ലാവരും ചേച്ചിയോട് സ്നേഹത്തോടെയാണോ സംസാരിച്ചത്, പ്രശ്നമൊന്നും ഇല്ലല്ലോ, ചേച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല, എല്ലാവർക്കും ചെറിയ സംശയമൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവൻ എങ്ങനെയുണ്ട് ആ രോഹിത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പറയുകയാണ്, അവനൊരു മാറ്റവും ഇല്ല മോളെ, അവൻ ഇപ്പോഴും എന്നോട് ആ ദേഷ്യത്തിൽ തന്നെയാണ് പെരുമാറുന്നതൊക്കെ പറയുകയാണ് അലീന. രേവതിക്കുട്ടി പറയുന്നുണ്ട്, അവൻ ഇപ്പോഴും അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അവന് ലേവലേശം കുറ്റബോധം ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ചേച്ചി ഇതൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല ചേച്ചി. ബാലചന്ദ്രൻ സാറ് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വരുമ്പോൾ തന്നെയല്ലേ ഉള്ളൂ, അന്നേരം എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, ചേച്ചി ഇതൊന്നും മറച്ചു വെക്കരുത്, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ചേച്ചി ഒന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവൻ എൻ്റെ അനിയനാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ ക്ഷമിച്ചത്, ഇനി ക്ഷമിക്കത്തില്ല, എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ, മോള് പേടിക്കുമൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന്